ഹലോ. ഇപ്പോൾ സെലിബ്രിറ്റീസും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഹൈപ്പുള്ള കാര്യമാണ് ഫേസ് യോഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫേസ് യോഗ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് യോഗ മെത്തേഡ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ഫേഷ്യൽ മസിൽസിലാണ്. ഈ ഫേഷ്യൽ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ സ്ട്രെസ് റിലീവിങ് മെത്തേഡാണ് ആക്ച്വലി ഫേസ് യോഗ. ഫേസ് യോഗ ചെയ്യുന്നത് നമ്മുടെ ഫേസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഫേസിനെ ചെറിയ രീതിയിൽ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് റിങ്കിൾസ് പോലുള്ള ഒരു ഏജിങ് സിംറ്റംസ് ഉണ്ടാവുമല്ലോ മുഖത്ത്, അതിനെയൊക്കെ ഒരു ചെറിയ രീതിയിൽ വ്യത്യാസം കൊണ്ടുവരാനും ഒക്കെ ആക്ച്വലി ഫേസ് യോഗ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ നമ്മുടെ ഫോർഹെഡ് അതുപോലെ നമ്മുടെ ജോ ഒക്കെ ടൈറ്റ് ആവുമോ, അതേപോലെ തന്നെ നമ്മുടെ ഐസിന് സ്ട്രെയിൻ തോന്നുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഫേസ് യോഗയിൽ ചെയ്യുന്ന സ്ട്രെച്ച് മസാജ് ഒക്കെ തന്നെ നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെർവാണ്. സോ ഈ നെർവ് സ്റ്റിമുലേറ്റ് ആവുന്നതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഹെൽപ്പ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ടൈം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് യോഗ മെത്തേഡ്സ് നോക്കാം. ആദ്യത്തേത് ഫോർഹെഡ് സ്മൂത്തനിങ് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഫോർഹെഡിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്കും ഒരു മൈൽഡ് പ്രഷറിൽ ഐസിന് അറൗണ്ട് ആയിട്ട് റബ്ബ് ചെയ്യുന്നതാണ് ഫോർഹെഡ് സ്മൂത്തനിങ്. അടുത്തത് ചീക്ക് ലിഫ്റ്റിംഗ് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ പാംസ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് ചിൻ മുതൽ ഇയറിന് ക്ലോസ് ആയിട്ട് ചീക്ക് താഴ്ന്ന് മുകളിലേക്ക് മൈൽഡായിട്ടൊരു പ്രഷറിൽ റബ്ബ് ചെയ്യുക. റൈറ്റ് സൈഡ് ചെയ്യുന്ന പോലെ ലെഫ്റ്റ് സൈഡും റിപ്പീറ്റഡ് ആയിട്ട് ഇതേപോലെ റബ്ബ് ചെയ്യുക. അടുത്തത് ജോ ലൈൻ മസാജ് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ 3 ഫിംഗേഴ്സും ക്ലോസ് ആയിട്ട് വെക്കുക. ചിൻ മുതൽ ജോയുടെ എൻഡ് വരെ താഴ്ന്ന മുകളിലേക്ക് റബ്ബ് ചെയ്യും. അടുത്തത് ഐ സ്ട്രെച്ച് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഐ വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക, എന്നിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണടച്ച ഒരു 5 to 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തത് നെക്ക് സ്ട്രെച്ച് ആണ്. ഹെഡ് മാക്സിമം ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക, എന്നിട്ട് ചെറുതായിട്ട് മൗത്ത് ഓപ്പൺ ചെയ്ത് ബൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് എയർ പുള്ളിംഗ് ആണ്. വായിൽ എയർ നിറച്ചിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഫ്രണ്ടിലോട്ടും മാക്സിമം പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫൈനൽ വൺ ഫേസ് റിലാക്സേഷൻ ആണ്. നോസിലൂടി ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക, എക്സലേഷൻ മൗത്തിലൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ഒരു 6 to 8 ടൈംസ് ചെയ്യാം. ഈ എക്സസൈസസ് ഒക്കെ തന്നെ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വെച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.